നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ പഠിച്ചാലും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണം, ആവശ്യം വന്നാൽ വീണ്ടും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നീ കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആകും. ഞാൻ ഈ ഒരു സെഷനിൽ പഠിപ്പിക്കുന്നത് പ്രൈമവേറ എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡിങ്ങും ഇൻസ്റ്റാളേഷനും അൺഇൻസ്റ്റാളേഷനും റീഇൻസ്റ്റാളേഷനുമാണ്. ഇത് നമ്മൾ 2 സെഷനായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും പഠിപ്പിക്കും. സെക്കൻഡ് വീഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രൈമവേറ എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം, വീണ്ടും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നും നമ്മൾ പഠിക്കും. സോ നമുക്ക് തുടങ്ങാം. പ്രൈമവേറ എന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒറക്കിളിൻ്റേതാണ്. സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നത് ഒറക്കിളിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, സോ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. അതിൽ ഗൂഗിൾ പേജ് എടുത്തു. ഇനി ഗൂഗിളിൽ ഇ ഡെലിവറി ഒറക്കിൾ എന്ന് സെർച്ച് ചെയ്യാം. ഇ ഡെലിവറി ഒറക്കിൾ, ഇതാ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിപ്പുണ്ട് ഇ ഡെലിവറി ഒറക്കിൾ. സോ ഇ ഡെലിവറി ഒറക്കിൾ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ വരും. ഇത് കണ്ടില്ലേ, e-delivery.oracle.com. ഇതാണ് നമ്മൾ പോകേണ്ട വെബ്സൈറ്റ്. സോ ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒറക്കിളിൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ്. e-delivery.oracle.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഒറക്കിളിൻ്റെ ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസിൻ്റെയും ട്രയൽസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡിങ് പറ്റില്ല. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമേ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ സോഫ്റ്റ്വെയർ ഡൗൺലോഡിങ് നടക്കൂ. അതിന് ആദ്യമേ ചെയ്യേണ്ടത് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ കണ്ടില്ല, ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് അക്കൗണ്ട് ക്രിയേഷൻ പേജ്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്സ്, ബാക്കി ഡീറ്റെയിൽസ്. ഇവിടെ ഈ റെഡ് സ്റ്റാർ കൊടുത്തിരിക്കുന്നതൊക്കെ മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. സോ അതെല്ലാം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഇവിടെ കൊടുത്ത മെയിലിലേക്ക്, ഇവിടെ ഇമെയിൽ അഡ്രസ് കൊടുത്ത മെയിലിലേക്ക് ഒരു മെയിൽ ഇവിടെ നിന്ന് ഒറക്കിളിൽ നിന്ന് ഒരു മെയിൽ വരും. ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ അക്കൗണ്ട് ആക്റ്റീവ് ആവും. സോ ആ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലോഗിൻ പേജിൽ പോവുക. ഇതായിരുന്നു നമ്മൾ ആദ്യം എടുത്ത ലോഗിൻ പേജ്. സോ ലോഗിൻ പേജിൽ പിന്നെയും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണിച്ച പോലെ ഗൂഗിളിൽ ഇ ഡെലിവറി എന്ന് സെർച്ച് ചെയ്ത് നേരെ ഇവിടെ വരിക. അല്ലെങ്കിൽ e-delivery.oracle.com എന്ന് അടിച്ചു കൊടുത്താലും ഡയറക്റ്റ് ഇവിടെ വരും. ഓക്കെ, സോ എന്തായാലും സൈൻ ഇൻ പേജിൽ വരിക. ഇ ഡെലിവറിയുടെ സൈൻ ഇൻ പേജിൽ വന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. ഞാനിവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് സൈൻ ഇൻ പേജ്. ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുകയാണ്. യൂസർ നെയിം ഓൾറെഡി കൊടുത്തു. ഞാനിനി പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് നമ്മൾ എത്തുന്ന പേജാണിത്. ഇവിടാണ് നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ നമ്മൾ സെർച്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത്. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ സെർച്ച് ബൈയിൽ ഇത് കണ്ടില്ലേ, സ്റ്റാർട്ട് ടൈപ്പിംഗ്. ഇവിടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് പ്രൈമവേറ ആണ്. സോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് പ്രൈമവേറ P6 ക്ലയൻറ്റ് എന്നാണ്. പ്രൈമവേറ സ്പേസ് P6 ക്ലയൻറ്റ്. പ്രൈമവേറ P6 ക്ലയൻറ്റ് ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ ഇവിടെ ആദ്യം കാണുന്നതാണ്, അതായത് കണ്ടില്ല P6 ക്ലയൻറ്റ്. ഈ ക്ലയൻറ്റ് എന്ന വാക്കിന് പകരം പ്രൊഫഷണൽ എന്ന് ടൈപ്പ് ചെയ്താലും ഇത് വരും. എന്തായാലും ഈ ലിസ്റ്റിൽ കാണുന്ന ഫസ്റ്റ് ലിങ്കാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. പ്രൈമവേറ P6 പ്രൊഫഷണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അതിനെ നമുക്ക് P6 ക്ലയൻറ്റ് എന്നും P6 പ്രോ അതായത് പ്രൊഫഷണൽ എന്നും വിളിക്കാം. ഞാനിത് ക്ലിക്ക് ചെയ്തു. ഇനി സെലക്ട് ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ വിൻഡോ ഏത് ബിറ്റാണ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 64 ബിറ്റ് സെലക്ട് ചെയ്തു. നമ്മുടെ വിൻഡോസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ഷൻ. ഇത്രയും ചെയ്യുമ്പോഴത്തേന് ഇവിടെ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത സോഫ്റ്റ്വെയറും അതിൻ്റെ പ്ലാറ്റ്ഫോമും സെലക്ട് ആകും. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യും. നെക്സ്റ്റ് പേജിൽ വന്നു. ഇവിടെ സെലക്ട് ഓൾട്ടർനേറ്റ് റിലീസ് എന്നൊരു ലിങ്ക് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുകളിലത്തെ ഇത് ഒരു ഡ്രോപ്പ് ഡൗൺ ആയി മാറും. എന്നിട്ട് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 2 ഓപ്ഷൻസ്, അല്ലെ 2 ലിങ്ക് വന്ന് കിടപ്പുണ്ട്. ഇത് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് വേർഷനും അതിന് തൊട്ട് മുന്നത്തെ വേർഷനുമാണ്. ലേറ്റസ്റ്റ് വേർഷൻ 16.2 ആണ്. ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റേബിൾ വേർഷൻ 15.2 ആണ്.
സോ നമുക്ക് ഏത് വേർഷൻ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ, അതായത് 16.2 പ്രൈമവേറയുടെ 16.2 എന്ന വേർഷനാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ പ്രസ് ചെയ്യാൻ നേരം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. സോ ആ ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഇത്. ഇവിടെ ചെക്ക് ചെയ്യുക, നമ്മളിതെല്ലാം വായിച്ച് എഗ്രി ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറക്കിൾ ട്രയൽ ലൈസൻസ് എഗ്രിമെൻറ്റ്. ഇവിടെ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ മനസ്സിലാകും. നമുക്ക് 30 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഒറക്കിൾ പ്രൈമവേറ തരുന്നത്. ദി ട്രയൽ ടേം ഷാൽ ബി 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് യുവർ അക്സെപ്റ്റൻസ് ഓഫ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദിസ് ട്രയൽ ലൈസൻസ്. നമ്മളിവിടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നിടം തൊട്ട് 30 ദിവസത്തേക്കാണ് പ്രൈമവേറ സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നത്, അതായത് ലീഗലായിട്ട് നമുക്ക് തരുന്നത്. ആക്ച്വലി നമുക്ക് 30 ദിവസം കഴിഞ്ഞും പ്രൈമറി യൂസ് ചെയ്യാം, അത് എക്സ്പയർ ഒന്നും ആയി പോകില്ല. ബട്ട് നമുക്ക് ലീഗലായി 30 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ ചെക്ക് മാർക്ക് കൊടുക്കുക, നമ്മളിത് എല്ലാം വായിച്ച് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എത്തുന്ന പേജിലാണ് ഡൗൺലോഡിംഗ് ഉള്ളത്. പ്രൈമവേറ P6 സോഫ്റ്റ്വെയറിന്റെ ഫയൽസ് ആണിത്. 5 ഫയൽസ് നമുക്കിവിടെ കാണാം. ഓരോ ഫയൽസിന്റെ സൈസ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം. നമുക്ക് ആക്ച്വലി ഈ 5 ഫയലും വേണ്ട, ഈ ഫസ്റ്റ് ഫയൽ മാത്രം മതി. അതായത് ഇവിടെ 428 MBയുടെ ഫസ്റ്റ് ഫയൽ മാത്രം മതി. ബാക്കി ഫയൽസ് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? നമുക്ക് ആക്ച്വലി 3 മെത്തേഡ് വഴി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. ഒന്ന്, ഈ ഒരു ചെക്ക് മാർക്ക് അല്ലേ, ആവശ്യമുള്ളതിന് മാത്രം ചെക്ക് മാർക്ക് ഇടുക, ബാക്കിയുള്ളതിൻ്റെ ചെക്ക് മാർക്ക് റിമൂവ് ചെയ്യുക. സോ ഞാൻ ഈ ബാക്കി 4 ചെക്ക് മാർക്ക് റിമൂവ് ചെയ്തു. ഇനി ഈ ഫസ്റ്റ് ഫയൽ, നമുക്ക് വേണ്ട ഫയലിന് മാത്രം ചെക്ക് മാർക്ക് ഇട്ടു. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ആവും. അതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, ജസ്റ്റ് ഈ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ സേവ് ലിങ്കാസ് കൊടുക്കുക, അങ്ങനെയും ആ ഫയൽ ഡൗൺലോഡ് ആക്കാം. തേർഡ് മെത്തേഡ്, ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക ഫയൽ, അപ്പോഴും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ 3 മെത്തേഡ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഇത് ചെക്ക് മാർക്ക് കൊടുത്തു, അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഡൗൺലോഡിങ് മാനേജറാണ്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. സോ ഞാൻ ഇവിടുന്ന് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ സേവ് കൊടുത്തു. ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി. കണ്ടില്ലേ, 428 MB ആണ് ഫുള്ള്. അവിടുത്തെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി. സോ ഡൗൺലോഡിങ് ഫിനിഷായി. ഇവിടെ ഡൗൺലോഡിങ് ഫിനിഷായി എന്നുള്ളതിൻ്റെ മെസ്സേജ് വരും. അടുത്ത സ്റ്റെപ്പ്, ഡൗൺലോഡ് ചെയ്ത ഫയൽ ലൊക്കേഷനിൽ പോവുക, ഫയൽ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി 2 മെത്തേഡാണുള്ളത്. ഒന്നുകിൽ ഇവിടെ ഓപ്പൺ ഫയൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ലൊക്കേഷനിൽ ചെന്ന് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ മാനുവലായിട്ട് ലൊക്കേഷനിൽ പോകുക. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ഡെസ്ക്ടോപ്പിലാണ്. സോ ഞാൻ മാനുവലായി ഡെസ്ക്ടോപ്പിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി, അതായത് ഈ ലിങ്ക് യൂസ് ചെയ്യാതെ ഡെസ്ക്ടോപ്പിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്ലോസ് ചെയ്തു. നമ്മൾ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ നേരം വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഫോം ആണ്, സർവേ ടൈപ്പ്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് ലാസ്റ്റ് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഞാനിത് ഫില്ല് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യുകയാണ്. ബ്രൗസറും ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. സോ ഞാൻ ഡെസ്ക്ടോപ്പിലെത്തി. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇത് സിപ്പ് ഫയലാണ്. ഞാൻ ആദ്യമേ ഈ ഫയലിനെ അൺസിപ്പ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക. എക്സ്ട്രാക്ട്. സോ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ആ ഒരു ഫയലിനെ അൺസിപ്പ് ചെയ്യുകയാണ്. ആക്ച്വലി അൺസിപ്പ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ഈ സിപ്പ് ഫയലിനുള്ളിൽ പോയിട്ട് സെറ്റപ്പ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെറ്റപ്പ് ഓപ്പണായി വരാൻ ഇത്തിരി ടൈം എടുക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇത് അൺസിപ്പ് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അൺസിപ്പ് ചെയ്ത ഫയൽ. സോ ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ P6, അതായത് പ്രൈമവേറ P6. ഇത് വേർഷനാണ് 16.2. ഓപ്പൺ ചെയ്യുക. ഇവിടെ ലാസ്റ്റ് ഫയൽ സെറ്റപ്പ്, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് സ്റ്റാർട്ടായി. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇവിടെ 2 ഓപ്ഷൻ വരും, ടിപ്പിക്കലും അഡ്വാൻസും. ടിപ്പിക്കൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ. അടുത്ത വിൻഡോയിൽ വരും, അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കാൻ നേരം ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. ഇവിടെ ഡു യു വാണ്ട് ടു അലൗ ദി ഫോളോയിങ് പ്രോഗ്രാംസ് ടു മേക്ക് ചേഞ്ചസ് ടു ദിസ് കമ്പ്യൂട്ടർ. ഇത് യെസ് കൊടുക്കുക. യെസ് കൊടുക്കാൻ നേരം ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് പാർട്ടാണിത്. ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, റൺ ഡേറ്റാബേസ് കോൺഫിഗറേഷൻ. ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഡ്രൈവർ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ ലാസ്റ്റ് ഓപ്ഷൻ P6 Pro സ്റ്റാൻഡ്-അലോൺ SQLite, ഈ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ്. ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് എ ന്യൂ സ്റ്റാൻഡ്-അലോൺ ഡേറ്റാബേസ് കണക്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ്.
ഇവിടെ പാസ്വേഡ് കൊടുക്കുക. ലോഗിൻ നെയിം അഡ്മിൻ എന്നാണ് ഡീഫോൾട്ടായിട്ട്. പേഴ്സണൽ നെയിം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്തായിരുന്നോ ആ പേര് ഇവിടെ വരും. ഇനി പാസ്വേഡ്, ഞാനിവിടെ പാസ്വേഡ് അഡ്മിൻ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അഡ്മിൻ, കൺഫേം പാസ്വേഡിനകത്തും അഡ്മിൻ. നമുക്ക് ആക്ച്വലി പാസ്വേഡ് പ്രൈമവറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എപ്പം വേണമെങ്കിലും മാറ്റാം. ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് മറക്കാതിരിക്കുക. ഡീഫോൾട്ടായിട്ട് മിക്കവരും കൊടുക്കുന്ന പാസ്വേഡ് ലോഗിൻ നെയിം തന്നെയാണ്, അതായത് അഡ്മിൻ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സോ അത് മറക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ്. ഇവിടെ ഈ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലേ, ലോഡ് സാമ്പിൾ ഡാറ്റ, ഇത് ആക്ച്വലി നമ്മൾ പ്രൈമവറ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരം അതിനുള്ളിൽ ഒറക്കിൾ ഡീഫോൾട്ടായിട്ട് കുറച്ച് സാമ്പിൾ പ്രൊജക്ട്സ് ഇട്ടിട്ടുണ്ട്. അത് വേണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക, വേണ്ട എന്നുണ്ടെങ്കിൽ കളയുക. ആക്ച്വലി നമ്മുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാമ്പിൾ ഡാറ്റ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സാമ്പിൾ ഡാറ്റ ഉണ്ടായാൽ നമ്മൾ പ്രൈമവറ തുറന്ന് വർക്ക് ചെയ്യാൻ നേരം ഒരുപാട് ഡാറ്റ കിടന്ന് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും. സോ നമ്മൾ പഠിക്കാൻ നേരം പ്രൈമവറയ്ക്കുള്ളിൽ ഒന്നുമില്ലാതെ ബ്ലാങ്കായി കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പിൾ ഡാറ്റ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ടിക്ക് മാർക്ക് ഇട്ടിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ നിങ്ങൾ പ്രൈമവറ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ ഡാറ്റ ഒഴിവാക്കുക. ഇവിടുന്ന് ഇൻസ്റ്റാളേഷൻ ടൈമിൽ തന്നെ സാമ്പിൾ ഡാറ്റ ഒഴിവാക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പ്രൈമവറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നിങ്ങൾ അബദ്ധത്തിൽ സാമ്പിൾ ഡാറ്റ ഇട്ടിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രൈമവറ അൺഇൻസ്റ്റാൾ ചെയ്യുക, വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ നേരം ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഓക്കെ, ഞാനിവിടെ സാമ്പിൾ ഡാറ്റ ഇട്ടിട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പ്രൈമവറ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത്. ആദ്യമായിട്ടാണ് പ്രൈമവറ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് വരില്ല. ഇവിടെ ജസ്റ്റ് എസ് കൊടുക്കുക. അങ്ങനൊരു മെസ്സേജ് വന്നാൽ കണക്ഷൻ സക്സസ്ഫുൾ, പ്രൈമവറ ഇൻസ്റ്റാൾ ആയി, ഇവിടെ ഫിനിഷ്. പ്രൈമവറ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. സോ ഇനി നമുക്ക് പ്രൈമവറ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാർട്ടിൽ ഞാൻ താഴോട്ട് പോയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന സ്ഥലത്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറക്കിൾ പ്രൈമവറ P6. ഇവിടെ പ്രൈമവറയുടെ 4 ഫയൽസ് ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ട്. ഇതിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഫയലാണ് വേണ്ടത്, അതായത് P6 പ്രൊഫഷണൽ 16.2. ബാക്കിയൊക്കെ സപ്പോർട്ടിംഗ് ഫയൽസ് ആണ്, വേറെ ഫയൽസ് ആണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഫയൽ മാത്രം മതി. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിന് മുന്നേ നമുക്കിത് എപ്പോഴും ഇവിടെ സ്റ്റാർട്ടിൽ വരാതെ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പിൻ ടു ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ടാസ്ക് ബാറിൽ ആ പ്രൈമവറയുടെ സിമ്പിൾ നടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിൽ പോകേണ്ട കാര്യമില്ല. പ്രൈമർ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്തായിരുന്നു അതിവിടെ കൊടുക്കുക. ഞാൻ അഡ്മിൻ എന്നായിരുന്നു കൊടുത്തത്. സോ ഞാൻ അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇങ്ങനൊരു മെസ്സേജ് വരുന്നത് നമ്മൾ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ആക്ച്വലി നമ്മളിപ്പോൾ പ്രൈമവറക്കുള്ളിൽ കയറി ഇൻഡസ്ട്രി സെറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ പ്രൈമവറ ഓപ്പൺ ചെയ്യാൻ നേരം ഇങ്ങനൊരു വാർണിംഗ് സിഗ്നൽ വരില്ല. ഇത് ഓക്കെ പ്രസ് ചെയ്യുക. പ്രൈമവറ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നു. ഇതാണ് പ്രൈമവറയുടെ ഫസ്റ്റ് വിൻഡോ. ഈ വിൻഡോയെ നമ്മൾ പ്രൊജക്ട് വിൻഡോ എന്ന് പറയും. ഇവിടെ ഈ കാണുന്ന പ്രൊജക്ട് വിൻഡോ എന്ന് പറയും. ഈ കിടക്കുന്നത് എല്ലാം പ്രൊജക്ട്സ് ആണ്. ഇതിനെയാണ് സാമ്പിൾ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നതെങ്കിൽ ഈ ഒരു പാർട്ട് ബ്ലാങ്ക് ആയി, ഇവിടെ ഒന്നും കാണില്ല. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാനാണ്. അതിനുവേണ്ടി അഡ്മിനിൽ പോയിട്ട് അഡ്മിൻ പ്രിഫറൻസ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏറ്റവും ബോട്ടത്തിൽ ഇൻഡസ്ട്രി എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ പോയിട്ട് ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാം. നമ്മുടെ ഇൻഡസ്ട്രി ഡീഫോൾട്ടായിട്ട് മിക്കയിടത്തും എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. സോ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലോസ് കൊടുക്കുക. ഇത് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ പ്രൈമവറ ലോഗിൻ ചെയ്യാൻ നേരം നേരത്തെ കണ്ട ആ ഒരു ഇൻഡസ്ട്രിയുടെ മെസ്സേജ് വരില്ല, കാരണം നമ്മളിവിടെ ഇൻഡസ്ട്രി സെറ്റ് ചെയ്തു. ഇനി പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ പോവുക. മേളിൽ എഡിറ്റിൽ പോയിട്ട് താഴെ യൂസർ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ പാസ്വേഡ് ലെഫ്റ്റ് സൈഡിൽ പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പാസ്വേഡ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് എപ്പം വേണമെങ്കിലും പാസ്വേഡ് മാറ്റാം. പ്രൈമവറക്കുള്ളിൽ ജസ്റ്റ് കയറി യൂസർ പ്രിഫറൻസ് എടുക്കുക. അതായത് എഡിറ്റിൽ പോയി യൂസർ പ്രിഫറൻസ് വിൻഡോ ഓപ്പൺ ചെയ്യുക. അവിടെ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് മാറ്റാം. ഓക്കെ, സോ പ്രൈമവറ നമുക്ക് എവിടുന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് ഈ സെഷൻ. പ്രൈമവറ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. സോ ഇനി നമുക്ക് പ്രൈമവറ ക്ലോസ് ചെയ്യാം. പ്രൈമവറ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോർമലായിട്ട് എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്യുന്ന പോലെ ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ ക്ലോസ് ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എസ് കൊടുക്കുക. പ്രൈമവറ ക്ലോസ് ആയി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.